ടീം VDS ഇന്ന് അധികാരത്തിലേക്ക്. മുഖ്യമന്ത്രി VD സതീശന്റെ നേതൃത്വത്തിലുള്ള 21 അംഗ മന്ത്രിസഭ രാവിലെ 10-ന് സത്യപ്രതിജ്ഞ ചെയ്യും. കർണാടക, തെലങ്കാന, ഹിമാചൽ മുഖ്യമന്ത്രിമാർ ചടങ്ങിനെത്തും. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മല്ലികാർജ്ജുൻ ഖാർഗെയും തിരുവനന്തപുരത്തെത്തും. UDFന്റെ സമ്പൂർണ്ണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് 6 പതിറ്റാണ്ടുകൾക്ക് ശേഷം. കോൺഗ്രസിന് മുഖ്യമന്ത്രിയടക്കം 12 പേർ. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ. കേരള കോൺഗ്രസ്, RSP, CMP, ജേക്കബ് വിഭാഗത്തിന് 1 വീതം. പട്ടികജാതി വിഭാഗത്തിൽ നിന്നും 2 മന്ത്രിമാർ. ഇതാദ്യം. മന്ത്രിസഭയിൽ 14 പുതുമുഖങ്ങൾ. VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത് പുതുകാലത്തിന്റെ പ്രതീക്ഷകളിലേക്ക്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ കൂറ്റൻ പന്തലുയർന്നു. തലസ്ഥാനത്തേക്ക് വൻ ജനപ്രവാഹം. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ 1 ലക്ഷത്തോളം പേർ എത്തുമെന്ന് സൂചന. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ ജനകീയതയുടെ മഹാവിളംബരമെന്ന് അണികൾ. സത്യപ്രതിജ്ഞ നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിൽ കനത്ത സുരക്ഷ. രാവിലെ 6 മുതൽ വൈകിട്ട് 4 വരെ ഗതാഗത ക്രമീകരണം. എയർപോർട്ട് മുതൽ സെക്രട്ടേറിയറ്റ് വരെയുള്ള പ്രധാന റോഡുകളിൽ പാർക്കിംഗ് അനുവദിക്കില്ല. വെള്ളയമ്പലം, രാജ്ഭവൻ റോഡുകളിലും നിയന്ത്രണം. തെരഞ്ഞെടുപ്പ് തോൽവി വിലയിരുത്താൻ കാസർഗോഡ് CPIM ജില്ലാ കമ്മിറ്റി ഇന്ന്. പാർട്ടി കോട്ടകളിൽ പോലും അടിപതറാനുള്ള കാരണം യോഗം വിലയിരുത്തും. EP ജയരാജനും MV ജയരാജനും സംസ്ഥാന കമ്മിറ്റിയിലെ തീരുമാനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യും. CPIM-ന് ആദ്യമായാണ് ജില്ലയിൽ MLA-മാർ ഇല്ലാതായത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള ടൗൺഷിപ്പിലെ ആദ്യഘട്ട വീടുകളുടെ കൈമാറ്റം ഇന്ന് പൂർത്തിയാകും. 19 വീടുകൾ ഇന്ന് കൈമാറും. ഇതോടെ ആദ്യഘട്ടത്തിലെ 178 വീടുകളുടെയും കൈമാറ്റം പൂർത്തിയാകും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വ്യാപക മഴ. 8 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഈ മാസം 26-ഓടെ കാലവർഷം കേരള തീരത്തേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റോയൽ ഓർഡർ ഓഫ് പോളാർ സ്റ്റാർ കമാൻഡർ ഗ്രാൻഡ് ക്രോസ് ബഹുമതികൾ സമ്മാനിച്ച് സ്വീഡൻ. ഒരു രാജ്യത്തിന്റെ ഭരണത്തലവന് സ്വീഡിഷ് രാജവംശം നൽകുന്ന പരമോന്നത ബഹുമതി. സ്വീഡിഷ് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യാപാരം, പ്രതിരോധമടക്കം ചർച്ചയായി. IPL-ൽ രാജസ്ഥാനെ തകർത്ത് ഡൽഹി ക്യാപിറ്റൽസ്. പ്ലേ ഓഫിനായുള്ള വടംവലി തുടരുന്നതിനിടെ രാജസ്ഥാൻ റോയൽസിനെ 5 വിക്കറ്റിനാണ് ഡൽഹി തോൽപ്പിച്ചത്. ഡൽഹിക്കായി മിച്ചൽ സ്റ്റാർക്ക് 4-ഉം ലുങ്കിയെങ്കിടി, മാധവ് തിവാരിയും 2 വീതവും വിക്കറ്റുകളെടുത്തു. തോറ്റെങ്കിലും രാജസ്ഥാൻ പോയിന്റ് പട്ടികയിൽ 5-ാമത് തുടരുന്നു. പഞ്ചാബിനെ തകർത്ത് ബംഗളൂരു പ്ലേ ഓഫിൽ.